പിന്നെ അതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ട്, അതിനും കൂടെ ഒരു കുറവും കൂടെ ഉണ്ട്. ചെല്ലേ ഇത്രയും പോരെ. മുല്ലപ്പൂ എൻ്റെ വീക്ക്നെസ് ആണ്. കേരള സാരി ആണെങ്കിൽ പൂ വെച്ചില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഏട്ടൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോൾ പൂവൊക്കെ വാങ്ങിക്കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞു പോയ ആൾ തിരിച്ചു വന്നപ്പോൾ പൂവൊന്നുമില്ല. ഞാൻ റെഡിയായപ്പോൾ പൂവില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പൊടിക്ക് വിഷമം വന്നു. അതാ ഇപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് വിഷുക്കൈ നീട്ടം വാങ്ങാനാണ്. ഇന്ന് ഈസ്റ്റർ ഡേ ആണ്. ഇത്രയും പെട്ടെന്ന് എങ്ങനെ മേടമാസമൊന്നും ആയില്ലല്ലോ വിഷുവിന് വിഷുക്കൈ നീട്ടം വാങ്ങുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ സംശയം തോന്നരുത്. ഇതേ സംശയം എനിക്കും ഉണ്ടായിരുന്നു. ആ ഒരു കാഴ്ചകളിലേക്കാണ് ഇന്ന് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നത്. ചേച്ചിയുടെ ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു, കുറച്ച് ദൂരെയായിരുന്നു. അത് കാരണം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകണ്ട, ക്യാബിൽ പോകാമെന്ന് വെച്ചിട്ട് ക്യാബിലായിരുന്നു പോയത്. അപ്പോൾ വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണ്, ബാംഗ്ലൂരിലെത്തിയ ശേഷമാണ് ഞാൻ കാണുന്നത്. ഇത്രയും വെറൈറ്റിയിൽ നമുക്ക് മാമ്പഴങ്ങൾ അവൈലബിൾ ആണെന്ന്. അയ്യോ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ. അതുപോലെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വിൽപ്പനയ്ക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. ഇത് ഒത്തിരി പ്രായമായ മരങ്ങൾ, എന്ത് ഭംഗിയായിട്ട് അത് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നറിയാം. അതുപോലെ ഇപ്പം റോഡിലപ്പോൾ ഒരിക്കലും വെയിൽ നമുക്ക് അനുഭവപ്പെടത്തില്ല. അതുപോലെ ഇത് പൂക്കുന്ന ഒക്കെ സമയങ്ങളിലാണെങ്കിൽ നിറയെ പൂക്കളായിരിക്കും ഇതിലെല്ലാം. അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലത്തെത്തി. ചേച്ചി വന്നാലേ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ദാ ഈ കുട്ടി റോസ് വാങ്ങുന്നു പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ദാ ഈ സൈഡിൽ ഏതോ ഒരു ചാനലോ എന്തോ ഒരു റെക്കോർഡിങ്ങാണ് കാണുന്നത്. ഇതെല്ലാം ഒരേപോലെ യൂണിഫോമായിട്ട് ഡ്രസ്സ് ചെയ്ത് വന്നതാണോ എന്തോലും പ്രോഗ്രാമാണോ അങ്ങനെയൊന്നും അറിയില്ല. അങ്ങനെ നിന്നപ്പോഴാണ് അവിചാരിതമായിട്ട് ഒരാളെ കണ്ടത്. ഇതാരാണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം അതാരാണെന്ന്. ഈ ഗ്രീൻ ഫ്രോക്ക് ഇട്ട ഈ കുട്ടിയെ. അങ്ങനെ ദാ ചേച്ചി എത്തിക്കഴിഞ്ഞു. ചേച്ചി ഞാൻ സാരി ഉടുത്ത് കണ്ടപ്പോൾ ഇഷ്ടമായി. ചേച്ചി ഇതെനിക്ക് ലാസ്റ്റിൽ ഓണക്കോടിയായിട്ട് വാങ്ങിച്ചു തന്നതാണ്. ഇപ്പോഴാണ് ഞാനത് ഉടുക്കുന്നത്. അങ്ങനെ ചേച്ചിയുടെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്. ഫ്രണ്ടിൻ്റെ ഇൻവിറ്റേഷൻ ചേച്ചിക്ക് വന്നിട്ട് അങ്ങനെ നമ്മൾ എല്ലാവരോടും ഒന്നിച്ച് വന്നതാണ്. ഒരു 500 ആൾക്കാരുടെ ഒരു ഇൻവിറ്റേഷനായിരുന്നു. ഇത് ഓൾ ഇന്ത്യ മറുനാടൻ മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. അപ്പോൾ ഈ ഗ്രീൻ ഷർട്ടാണ് ഫ്രണ്ട്, പുള്ളിയാണ് ഇതിൻ്റെ പ്രസിഡൻറ്റ്. അങ്ങനെ ഇവിടെ ഈ കൈനീട്ടം, കൾച്ചറൽ പ്രോഗ്രാം, ഡിന്നർ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെന്നപ്പം അവിടെ മോഹിനിയാട്ടം നടക്കുക. മോഹിനിയാട്ടത്തിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. മോള് സെൻറ്റർ ഓഫ് മോഹിനിയാട്ടം ഡൽഹിയിൽ ഇതിലെ അവരുടെ പ്രൊഡക്ഷൻ, ഭാരതി ശിവജി മാമിൻ്റെ പ്രൊഡക്ഷനിലൊക്കെ ഉണ്ടായിരുന്ന ആ കൂട്ടത്തിൽ. ശിവപ്രിയായി നമോ. പലവിധമായുന്നേ ആടവും പാടവും ചീഫ് ഗസ്റ്റുകളുടെ കൂട്ടത്തിൽ ആദ്യം വന്നതാണ് ശ്രീദേവി ഉണ്ണി മാം. മാമിനെ പറ്റി പിന്നെ നമുക്ക് മലയാളികൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് മാം എത്തുന്നത്. മാമിന് ഇവിടെ ഒരു മോഹിനിയാട്ടം വലിയൊരു ഡാൻസ് സ്കൂളൊക്കെ ഉണ്ട്, നടത്തുന്നുണ്ട് മാം. നല്ല വലിയൊരു ഡാൻസറാണല്ലോ മാം. അപ്പം മാം മുമ്പിൽ അതിന് സ്റ്റേജിൽ തന്നെ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇരുന്ന് പ്രോഗ്രാം കാണും. നല്ല ഭരതനാട്യവുമായിരുന്നു. പിന്നെ തിരുവാതിരയില്ലാതെ നമ്മളെന്ത് മലയാളിയല്ലേ. പിന്നെ ഇപ്പം തിരുവാതിരയെന്നും പറഞ്ഞ് പേരിൽ നാട്ടിലേക്ക് എന്തോ ഹാഫ് പോലെ സ്കേർട്ടൊക്കെ ഇട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപമാണ് തോന്നുന്നു. ഇത് നല്ല ക്ലാസി തിരുവാതിരയായിരുന്നു.
മനസ്സിൽ മിഥുന മഴ കോപ്പിറൈറ്റ് ഉണ്ട് അങ്ങേറ്റമുള്ള ഒരു പാട്ട്. അത് കാരണം അതിനെ തൊടാൻ പോലും പറ്റത്തില്ല. അത് കാരണം ഞാൻ ഇങ്ങനെ ഒരു മ്യൂസിക് ഇട്ടത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് മ്യൂസിക് ആഡ് ചെയ്യുന്നത് എങ്ങനെ. അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകുന്ന വലിയൊരു നർത്തകിയാണ്. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രീദേവി ചേച്ചിയെ സ്നേഹാദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർണാടക എം പിക്കും അതുപോലെ വൈറ്റ് ഗോൾഡിൻ്റെ MD CJ ബാബു സാറിനും കൊടുത്ത പണക്കിഴി കൈനീട്ടം ഔദ്യോഗികമായിട്ട് അവർ ഉദ്ഘാടനം ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന 500 ആൾക്കാർക്കും ഈ പണക്കിഴി കൊടുത്തു. എങ്കിലും എനിക്കും ചേച്ചിക്കും വലിയ ആഗ്രഹമായിരുന്നു മാമിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന്. പിന്നെ ചേച്ചിയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് ആ ആഗ്രഹം സാധിച്ചു. ചേച്ചിക്കൊരു പ്രത്യേകതയുണ്ട്, ചേച്ചിയുടെ പേര് തന്നെ വിഷു എന്നാണ്. മാമിനും അത് കേട്ടപ്പം ഭയങ്കര അതിശയമായിരുന്നു. നമ്മൾ ലൈഫിൽ ഒരിക്കൽ പരിചയപ്പെട്ട ഈ മാമിനെ മറക്കില്ല കേട്ടോ. ലവിങ്, നമ്മുടെ അമ്മയോ എന്തോ ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. മാമിന് ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് ലൈറ്റായി തിരിച്ചെത്തിയപ്പം ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് വൈകിട്ട് 4 മണിക്ക് പോയതാണ്. ഇപ്പം സമയം നോക്കി 11 മണിയായി. 2 കിട്ടി, 2 പേർക്ക് 2 കളറിൽ. ശ്രീദേവി മാമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റിയെന്നുള്ളതാണ് വലിയ സന്തോഷം. പോയി ഒന്നൊന്നും അല്ല കേട്ടോ. നമുക്കതൊന്ന് തുറന്നു നോക്കാം. ചേറുണ്ടല്ലോ. സാധാരണ നമുക്ക് കൈനീട്ടം കിട്ടുന്നത് ഒറ്റ അമ്പലത്തിലും ഒക്കെ പോകുമ്പോഴൊക്കെ ഒറ്റ രൂപ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതാ നമുക്കൊന്ന് എണ്ണി നോക്കാം എത്ര. 5 രൂപയുടെ കോയിനാണേ. 5 രൂപയുടെ കോയിനും ഒരു 1 രൂപയുടെ ആണേ. നമുക്കൊന്ന് എണ്ണി നോക്കാം. 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60, 65, 70, 80, 90, 95, 100. 1 രൂപ, 101 രൂപ. എനിക്ക് കിട്ടിയത് ഇത്, ഏട്ടന് കിട്ടിയത് ഇതായിരുന്നു. അപ്പൊ 101 രൂപ. ഇതാണ് നമുക്ക് കിട്ടിയ കൈനീട്ടം. നമ്മുടെ കൈനീട്ടം അങ്ങനെ എല്ലാരും കണ്ടിരിക്കും. പോയപ്പോ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. മേടമാസം പോലും ആവാതെ എങ്ങനെയാ കൈനീട്ടം കിട്ടുന്നതെന്ന്. എന്തായാലും കൊള്ളാം. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? എല്ലാം എൻ്റെ പ്രിയ കൂട്ടുകാർക്കും ശുഭാശംസകൾ. ഇത് നമുക്ക് പുതിയ കാഴ്ചകളുമായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.